ഹായ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ് കേട്ടോ. സോയാബീൻ്റെ പയർ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ചങ്ക്സ് അല്ല, അത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടാണ്. സോയാബീൻ എന്ന് പറഞ്ഞാൽ പയറാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ സോയാബീനൊക്കെ. ഈ പച്ചക്കറിയിൽ നമ്മുടെ പയറുവർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയത് സോയാബീനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഇനി അതിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മുടെ കടുകിട്ട് പൊട്ടിച്ചു, എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊടിച്ചു. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സവാളയൊക്കെ ആണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് സവാള വഴണ്ടി കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോർമൽ പ്രൊസീജിയറാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ ഈ നമ്മൾ വേവിച്ച് വെച്ച സോയാബീൻ ഇല്ലേ, അതാണ് ഈ കറിയിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റിയില്ലേ, അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് കേട്ടോ അതിന്. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തങ്ങ് അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചതും റെഡിയായി. തേങ്ങ അരച്ചത് റെഡിയായപ്പോൾ ഞാനിതാ തേങ്ങ അരപ്പ് അങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം, എരിവൊക്കെ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് തിളച്ച് വന്നപ്പോൾ കറി ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോയാബീനൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാണ് ശരിക്കും സോയാബീൻ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും എല്ലാവർക്കും നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.